വീഡിയോ സോണോസിൻ്റെ കണക്ട് ആംബ് എന്ന് പറഞ്ഞ മോഡൽ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞത് ആംപ്ലിഫയർ ആണ്. ആംപ്ലിഫയർ വയർലെസ് ആംപ്ലിഫയർ ആണ്. സ്പീക്കറിന് മാത്രം വയർ വേണം, ബാക്കി കാര്യങ്ങൾക്കൊന്നും വയർ വേണ്ട. നമുക്കിവിടെ കാണാൻ എഴുതിയിരിക്കുന്നത് ദ വയർലെസ് ഹൈഫൈ സിസ്റ്റം എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഏതായാലും ഇവിടെയാണ് ഓപ്പൺ ചെയ്യുന്നത്. ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ തന്നെ സോണോസിൻ്റെ യൂസർ മാനുവൽ വരുന്നുണ്ട്, പ്രോഡക്റ്റ് ഇൻഫർമേഷൻ വരുന്നുണ്ട്, തെർമോക്കോൾ എടുത്ത് നോക്കാം. ഇതാണ് ആംപ്ലിഫയറിൻ്റെ ടോപ്പ് പോർഷൻ വരുന്നത്. നമുക്ക് ആംപ്ലിഫയർ എടുത്ത് നോക്കാം. ഇതിനകത്ത് പവർ കോഡും ലാൻ കേബിളും ഒക്കെയാണ് ഉള്ളത്. നമുക്ക് ഈ ബോക്സ് അങ്ങ് മാറ്റി വയ്ക്കാം. ഇതാണ് പ്രോഡക്റ്റ് വരുന്നത്. ഇതിൻ്റെ ഉള്ളിലൊരു അലുമിനിയാണോ സ്റ്റീലാണോ എന്താ അറിയില്ല, കളർ അങ്ങനെ തോന്നുന്നത്. ഇതെല്ലാം ഹോൾസാണ്. എനിക്ക് തോന്നുന്നത് ഹീറ്റ് വരുന്ന സമയത്ത് ഹീറ്റ് റിലീസാകാൻ വേണ്ടി വരുന്ന ഹോൾസാണ് ഇതിലെല്ലാം വരുന്നത്. നമുക്ക് തുറന്ന് നോക്കാൻ. ഡീറ്റെയിൽസ് എല്ലാം അവിടെ ഉണ്ട്. ക്യൂട്ടായിട്ടുള്ളൊരു ചെറിയ സംഭവമാണ്. ഭയങ്കര വലിപ്പമുള്ള ആംപ്ലിഫയർ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ ഏകദേശം 50 വാട്ട്സ് RMS വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് അതിൻ്റെ ഫ്രണ്ട് പോർഷനാണ്. ഒന്നുമില്ല, സൈഡിലെ സ്വിച്ചസും മറ്റു കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ബാക്കിൽ വരുന്നത് 2 സ്പീക്കേഴ്സ് കൊടുക്കാനുള്ള, ലെഫ്റ്റും റൈറ്റും സ്പീക്കേഴ്സ് കൊടുക്കാനുള്ള സ്പീക്കർ ടെർമിനൽ വരുന്നുണ്ട്. ലാൻ കേബിൾ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഇവിടെ അനലോഗ് ഓഡിയോ ഇന്നാണ്. അനലോഗ് ഓഡിയോ ഇന്ന് കൊടുക്കാനുള്ള ഇത് സബ് വൂഫറിൻ്റെ പ്രീ ഔട്ടാണ്. അപ്പോൾ നമുക്കിതിലൊരു ആക്റ്റീവ് സബ് വൂഫർ യൂസ് ചെയ്യാം. പിന്നെ ഇവിടെ വോൾട്ടേജ് സെലക്ടർ, നമുക്ക് 220 വോൾട്ട് 230 വോൾട്ടും പിന്നെ 110 വോൾട്ട് അങ്ങനത്തെ കൺട്രീസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയുള്ളത് പവർ. ഇത്രയും കാര്യങ്ങളാണ് ഈ ആംബിലെ കണക്ടിവിറ്റി എന്ന് പറയാനുള്ളത്. പിന്നെ നമുക്ക് സാധാരണ എല്ലാ സോണോസ് പ്രോഡക്റ്റും ചെയ്യുന്ന പോലെ തന്നെ ഇത് സോണോസിൻ്റെ ആപ്പിലാണ് സെറ്റപ്പ് ചെയ്യേണ്ടത്. അത് സെറ്റപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് സ്പീക്കറിൽ കണക്ട് ചെയ്തിട്ട് ആ സോണോസിൻ്റെ ആപ്പ് ത്രൂ നമുക്ക് സോങ്സ് പ്ലേ ചെയ്യാം. അല്ലെങ്കിൽ ഇതിൽ അനലോഗ് ഇൻപുട്ടിൽ കൊടുത്തിട്ട് നമുക്ക് സ്പീക്കറിൽ ഔട്ട്പുട്ട് കൊടുക്കാം. അൺബോക്സിങ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി വർക്കിംഗ് നോക്കാം. ഞാനിപ്പോൾ സോണോസിൻ്റെ കണക്ട് ആമ്പ് 2 ബുക്ക് ഷെൽഫ് സ്പീക്കർ എന്ന് പറയുമ്പോൾ ഇത് പ്രോപ്പർ സ്റ്റീരിയോ സ്പീക്കറൊന്നുമല്ല, അത് സറൗണ്ട് സ്പീക്കറിന് യൂസ് ചെയ്യുന്ന ടൈപ്പ് സ്പീക്കറാണ്. കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു കോപ്പിറൈറ്റ് വരാത്ത സോങ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. പിറകിലിരിക്കുന്ന ആംപ്ലിഫയർ ഒന്നും കണക്റ്റഡ് അല്ല കേട്ടോ, ജസ്റ്റ് വെച്ചിട്ടുന്നുള്ളൂ, ഞാൻ എടുത്ത് മാറ്റിയില്ല എന്നുള്ളൂ. ഇതാണ് ആംപ്ലിഫയർ വരുന്നത്, നമ്മുടെ സോണോസിൻ്റെ ആംപ്ലിഫയർ. യമഹയുടെ സ്പീക്കേഴ്സിനെ കണക്ട് ചെയ്തിരിക്കുന്നത്, ഈ സ്പീക്കേഴ്സാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ സൈഡിലും സെയിം സ്പീക്കറിനെയാണ്. നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കാൻ. സായന്തനത്തിൻ്റെ കണ്ണിൽ ശ്രുതി സാഗരം തിളങ്ങി, ചാരേ കൺ തുറന്നതോ സുവർണ്ണ താരകം. സായന്തനത്തിൻ്റെ കണ്ണിൽ ശ്രുതി സാഗരം തിളങ്ങി, ചാരേ കൺ സ്വർഗവാതിൽ കിളി തേടി തീരാത്തേ മൊഴികൾ, നാദം മൃദുവായി കൊഴിയും നിലവിൽ പോലും മെല്ലെ കേട്ടാൽ മനമലിയും ഹൃദയമന്ത്രചിന്ത. മെല്ലെ നമ്മളെ വീഡിയോ ഇടുന്ന സമയത്ത് പലരും ചോദിക്കാറുണ്ട് ഒരു ഫാസ്റ്റ് നമ്പർ പ്ലേ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്.
ഒരു ജസ്റ്റ് ഒരു ഫസ്റ്റ് നമ്പർ ഇട്ട് കാണിച്ചതാണ്. ഇത് പ്രോപ്പർ ഒരു സോങ് ഒന്നല്ല, ജസ്റ്റ് ഒരു മ്യൂസിക്കാണ്. അപ്പോൾ നല്ല ക്ലാരിറ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവരും ഒബ്സർവ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നല്ല ക്ലാരിറ്റി ഉള്ള വോയിസാണ്. അതായത് എല്ലാം മ്യൂസിക്കിലെ എല്ലാ ഡീറ്റെയിൽഡ് കാര്യങ്ങളും ക്ലിയർ ആയിട്ട് വരുന്നുണ്ട് ഇതിൽ. പിന്നെ ബാസ് കുറച്ച് കുറവാണെന്ന് പറയുന്നത് ചിലപ്പോൾ സ്പീക്കേഴ്സിൻ്റെ കുഴപ്പമായിരിക്കാം. ഇത് അത്ര ഒരു പ്രോപ്പർ സെറ്റപ്പുള്ള സ്പീക്കറൊന്നല്ല. ഇത് നമ്മുടെ ഇങ്ങനത്തെ ഒരു സാധാരണ ഒരു ബുക്ക് ഷെൽഫ് സ്പീക്കറാണ്. ബുക്ക് ഷെൽഫ് സ്പീക്കർ ഇത് സറൗണ്ട് സ്പീക്കർ പർപ്പസിന് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ പ്രോപ്പർ സ്പീക്കർ വരുമ്പോൾ ഓക്കെ ആയിരിക്കും തോന്നുന്നു. പിന്നെ നമുക്ക് സബ് ഊഫർ ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. സബ് ഊഫർ ഒന്നും ആഡ് ചെയ്തില്ല, ജസ്റ്റ് ഈ 2 സ്പീക്കർ മാത്രമേ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്ക് സബ് ഊഫർ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഒരു ബാസ് അതും കൂടി വരുമ്പോൾ കുറച്ചും കൂടി ബാസിൻ്റെ എഫക്റ്റ് കുറച്ചും കൂടി വരും. നല്ലൊരു ആമ്പാണ് കണ്ടിട്ട്. ഇപ്പോഴത്തെ ഒരു പെർഫോമൻസ് വെച്ച് നല്ല പെർഫോമൻസാണ്. സ്റ്റീരിയോ പർപ്പസ് നല്ല സ്റ്റീരിയോ ആമ്പായിട്ട് വർക്ക് ചെയ്യുന്ന സാധനമാണ്. സോണോസിൻ്റെ 2 പ്രോഡക്റ്റ്സ് ആണ്. ഒന്നിപ്പോൾ നമ്മൾ നോക്കിയ സോണോസ് കണക്റ്റ് ആമ്പ്, ഇത് ആമ്പാണ്. ഇത് സോണോസ് കണക്റ്റ് മാത്രം. അതായത് നമ്മളൊരു ആംപ്ലിഫയർ ഉണ്ടെങ്കിൽ നമ്മൾ ആംപ്ലിഫയറിലോട്ട് വേണമെങ്കിൽ കൊടുക്കാനുള്ള സംഭവമാണ് ഈ സോണോസ് കണക്റ്റ്. ഇതിൽ ആംപ്ലിഫയർ ഇല്ല. ആംപ്ലിഫയർ നമുക്ക് എക്സ്റ്റേണൽ ആംപ്ലിഫയർ വേണം. ഇത് കണക്റ്റും ആംപ്ലിഫയറോടും ചേർന്നതാണ്. അതുകൊണ്ട് ഇതിന് കണക്റ്റ് ആമ്പ് എന്നാണ് പേര്. ഇത് കണക്റ്റ് മാത്രമാണ്. ഇതിൽ നമുക്ക് ഇതിൽ ഒരു ആംപ്ലിഫയർക്ക് കൊടുക്കണം, എന്നിട്ട് വേണം സ്പീക്കറിലോട്ട് പോകാൻ. ഇത് നമുക്ക് ഡയറക്റ്റ് സ്പീക്കറിലോട്ട് കണക്ട് ചെയ്യാം. ഇത് ഏകദേശം അതിൻ്റെ ഫ്രണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം സൈസിൻ്റെ കമ്പാരിസൺ മനസ്സിലാവായിരിക്കും. ടോപ്പ് നോക്കാം. ആണ് ഏകദേശം സൈസ് കമ്പാരിസൺ. ഞാനൊരു മൗസ് വെച്ച് കാണിച്ചത്, അപ്പോൾ ഏകദേശം ഒരു സൈസ് മനസ്സിലാവും. ഒരു മൗസാണ് ഇരിക്കുന്നത്. മൗസ് ഇരുന്നാൽ ഇത് രണ്ടും വളരെ കോമ്പാക്റ്റാണ്. പിന്നെ ഇതിലോട്ട് വേറെ സംഭവങ്ങളൊന്നും വേണ്ട. ജസ്റ്റ് നമ്മൾ പവർ സപ്ലൈ കൊടുക്കണം, 2 സ്പീക്കർ ഔട്ടും, ഇത്തരം കാര്യങ്ങൾ ഇതിൽ വരുന്നുള്ളൂ. ഇതിൽ പവർ സപ്ലൈ വരും. ഇത് ഞാൻ ആമ്പിലോട്ട് പോകുന്ന ഔട്ടാണ്. ഇതിൽ പിന്നെ ഡിജിറ്റൽ ഔട്ടും വരുന്നുണ്ട്. ഇതിൽ ഇത് കണക്റ്റാണ്. ഇപ്പോൾ കണക്റ്റ് ഒരു ഡാക്കായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നമ്മളെപ്പോഴും പറയാറുണ്ട് ഒരു മ്യൂസിക് ക്വാളിറ്റി എന്നുള്ളതിന് ഒരു ഡാക്കിൻ്റെ ഒരു ഫങ്ഷനാലിറ്റി കൂടി വരുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരു ഡാക്ക് വരുന്നുണ്ട്. ഇതിൽ എല്ലാം കൂടി ഒരുമിച്ച് ആമ്പും അടക്കം വരുന്നതാണ്. അപ്പോൾ ഇതിന് പിന്നെ നമുക്കിപ്പോൾ സെപ്പറേറ്റ് വേറെ ഒന്നും വേണ്ട, 2 സ്പീക്കർ മാത്രം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് ഓക്കെയാണ്. നമുക്ക് മ്യൂസിക് സിസ്റ്റം രീതിയിൽ യൂസ് ചെയ്യാം. ഇത് നമുക്ക് ലാപ്പിലോട്ടല്ല ആംപ്ലിഫയറിലോട്ട് കണക്ട് ചെയ്യണം. ഇത് സോണോസ് കണക്റ്റ്, ഇത് സോണോസ് കണക്റ്റ് ആമ്പ്. ഇപ്പോൾ രണ്ടും ഇപ്പോൾ ഞാനിപ്പോൾ കാണിക്കാനുള്ളൊരു കാരണം 2ൻ്റെയും സെയിൽസ് നടക്കുന്നുണ്ട്. ഡിസ്കൗണ്ട് റേറ്റിൽ സെയിൽസ് നടക്കുന്നുണ്ട്. എനിക്കിതൊന്ന് പകുതിയിലും കുറഞ്ഞ പൈസയ്ക്ക് കിട്ടും തോന്നുന്നു. ഞാൻ അതിൻ്റെ കൊടുക്കുന്ന ആളുടെ ഡീറ്റെയിൽസ്, ഫോൺ നമ്പർ ഞാൻ വീഡിയോയിൽ വെക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഒന്ന് ഓഡിഷൻ നോക്കാനോ അല്ലെങ്കിൽ ഇനി വാങ്ങണോ എന്താണെങ്കിലും കോൺടാക്റ്റ് ചെയ്യാം.